യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഇംപീച്ച്മെന്റ് നോട്ടീസ് പ്രതിപക്ഷം നൽകുമ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് ഭരണപക്ഷവും ഇതിനോട് യോജിക്കണം, നിങ്ങളും യോജിച്ചൊരു തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്നില്ല. അതായത് ഭൂരിപക്ഷത്തിന്റെ തീരുമാനപ്രകാരം കാര്യങ്ങൾ നടക്കും, ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ന്യൂനപക്ഷം വഴങ്ങണം എന്ന ഈ ജഡ്ജിയുടെ പരാമർശത്തെ ശരിവെക്കലാകും അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ നടപടി എന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരുന്നത്. പക്ഷേ ഭരണപക്ഷത്തിൽ നിന്നൊരു പ്രതികരണം ഇതുവരെ വന്നിരുന്നില്ല. ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം അത് ബി.ജെ.പിയുടെ ആകെ കേന്ദ്ര സർക്കാരിന്റെ കൂടെ നിലപാടായിട്ട് കാണാൻ കഴിയുമോ? അല്ല സ്മൃതി, അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഫുൾ സ്പീച്ച് കേട്ടാൽ മാത്രമേ അദ്ദേഹം അത് ഏത് കോണ്ടെക്സ്റ്റിൽ എന്നുള്ളതിനെ കുറിച്ചിട്ട് ധാരണയുണ്ടെങ്കിലും അതിന്റെ പരിപൂർണമായിട്ടുള്ള അർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെയൊക്കെ പദവിയിലിരിക്കുന്ന ഒരാൾ അദ്ദേഹം ഒരു പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി, അതായത് ഈ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന തലത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്ന തലത്തിലേക്കുള്ള പ്രതികരണങ്ങൾ നടത്താതെ ഇരുന്നു കഴിഞ്ഞാൽ അഭികാമ്യമായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ഒരു പക്ഷേ മറ്റൊന്നായിരുന്നിരിക്കാം. പക്ഷെ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകളെ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അതിനകത്ത് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഒന്ന്. രണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഈ രണ്ട് കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ പ്രതിപക്ഷം ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് 51 ഇതാണെന്ന് തോന്നിയത്, നമ്മുടെ കമ്മ്യൂണൽ റയറ്റ്സിന്റെ കേസാണെന്ന് തോന്നുന്നു കൊണ്ടുവരുന്നത്. അതായത് ഇപ്പോൾ ഇദ്ദേഹം അഡ്വക്കേറ്റും പറയുന്നുണ്ടായിരുന്നു രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള തലത്തിൽ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്ക് ഞാൻ അതിനെ കാണാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മതത്തിനകത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങളെയും ദുരാചാരങ്ങളെയും അത്യാചാരങ്ങളെയും എല്ലാം തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് പോയിരിക്കുന്നത്. ഇതിനെ എല്ലാത്തിനെയും റിഫോം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമൂഹം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള വിഷയങ്ങളിൽ കുറച്ചുകൂടിയും തുറന്ന സമീപനം മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതാണ് എന്നുള്ള തലത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എതിരഭിപ്രായം അവിടെ ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള എതിരഭിപ്രായം വരേണ്ട കാര്യമില്ല. ഈ റിപ്പോർട്ടറിൽ ഉൾപ്പെടെയുള്ള ഡിബേറ്റുകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് തന്നെ പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. സുപ്രീം കോടതിയുടെയും കേരള ഹൈക്കോടതിയിലെ ഇപ്പൊ ജസ്റ്റിസ് കമാൽ പാഷയെ പോലുള്ള ആൾക്കാരും യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ ഇതേ അഭിപ്രായം അദ്ദേഹം ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന സമയങ്ങളിൽ തന്നെ പറയുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ വിമർശനമാണ് കേരളത്തിലെ മുസ്ലിം മത പണ്ഡിതരുടെ ഭാഗത്ത് നിന്ന് അന്ന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തോട് ഇപ്പോൾ നമ്മുടെ ഈ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയോട് നമുക്ക് വിയോജിക്കേണ്ടുന്ന ഒരു പോയിന്റ് വരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി വിഭാഗം പറയുന്നതിന് അനുസരിച്ചിട്ട് മൈനോറിറ്റി വിഭാഗം മുമ്പോട്ട് പോകണം എന്നുള്ള തലത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് കണ്ടക്സ്റ്റിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുവാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അത് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ മുമ്പിൽ അദ്ദേഹം വിശദീകരിക്കേണ്ടത് തന്നെയാണ്. യുവരാജ് ഗോകുൽ, അതായത് ഒരു ജഡ്ജി ആയതുകൊണ്ട് പാലിക്കേണ്ട ചില സംയമനങ്ങൾ അത് അദ്ദേഹം പാലിച്ചിട്ടില്ല. താങ്കൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗം കേൾക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വർഗീയ സ്വഭാവമുണ്ടോ എന്ന് പൂർണ്ണ ഒരു നിലപാടിലേക്ക് എത്താൻ താങ്കൾക്കാവുന്നില്ല. പക്ഷേ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ചില വരികൾ കേൾക്കുമ്പോൾ ഒരു ജഡ്ജ് ആയതുകൊണ്ട് പറഞ്ഞുകൂടാ എന്നത് മാത്രമാണ് താങ്കൾക്ക് തോന്നുന്നതല്ലേ? തീർച്ചയായിട്ടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആർട്ടിക്കിൾ 19(1)A അനുസരിച്ചിട്ട് ഏതൊരു പൗരനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന് അത് ആർക്കും എവിടെ നിന്നും അത് പറയാവുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലോകത്തിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും മെജോറിറ്റി പറയുന്നതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ആ തലത്തിലാകണം എന്നൊക്കെ ഉള്ള തലത്തിലാണ്. അത് തന്നെ ഒരു കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളതായിട്ട് തന്നെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ബി.ജെ.പി അതിനൊരിക്കലും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ പിന്താങ്ങില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു ജഡ്ജ് എന്ന് പറയുന്ന ഒരു ചെയറിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം അത്തരം സ്റ്റേറ്റ്മെന്റുകളിൽ അദ്ദേഹം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, സുപ്രീം കോടതി കൊളീജിയത്തിന്റെ മുമ്പിൽ അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് താങ്കൾക്ക് വ്യക്തതയില്ല എന്ന് പറയുമ്പോഴും അതിൽ ചില വ്യക്തത വന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയോട് റിപ്പോർട്ട് തേടുമ്പോൾ അലഹബാദ് ഹൈക്കോടതി അദ്ദേഹത്തെ ക്രിമിനൽ കേസുകൾ കേൾക്കുന്നതിൽ നിന്നും റോസ്റ്റർ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ
അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ആദ്യപടി എന്ന നിലയ്ക്ക് പോകുന്നു. കൊളീജിയം വിളിപ്പിക്കുന്നു. കപിൽ സിബലിനെ പോലെ ഉള്ള പ്രധാനപ്പെട്ട അഭിഭാഷകർ, അവർക്ക് ബോധ്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഇംപീച്ച്മെന്റ് തന്നെ വേണം, ഇങ്ങനെയുള്ളവർ ഇനി വിധി പുറപ്പെടുവിക്കരുത് എന്നൊരു നിലപാടിലേക്ക് എത്തുന്നത്. അത് രാഷ്ട്രീയമായി മാത്രം കാണേണ്ട ഒന്നാണോ? അല്ല, അത് കപിൽ സിബലിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കപിൽ സിബലിനെ സംബന്ധിച്ചിടത്തോളം യാക്കൂബ് മേമനും നമ്മുടെ അഫ്സർ ഗുരു ഒക്കെ വളരെ മനുഷ്യാവകാശ പ്രവർത്തകരായിരുന്നു. അദ്ദേഹം അങ്ങനെ പലതും പറയും. അദ്ദേഹം പറയുന്നതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ സുപ്രീം കോടതി കൊളീജിയത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ വിളിക്കുകയും, ഈ പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയെ വിളിക്കുകയും അദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണം എന്നുമുള്ള ഒരു കാര്യം തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അതിനകത്ത് ടെക്നിക്കലി അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് എന്ന് കൊളീജിയത്തിന് തോന്നിയത് കൊണ്ട് തന്നെ ണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം കൊളീജിയത്തിന്റെ മുമ്പിൽ പോകട്ടെ, അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ള അദ്ദേഹം അവിടെ വ്യക്തമാക്കട്ടെ. അതിനുശേഷം കൊളീജിയം എന്താണോ നടപടിയിലേക്ക് പോകുന്നത് ആ നടപടിയുമായിട്ട് അതിന്റേതായ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ്. അപ്പൊ യോഗി ആദിത്യനാഥ് പറഞ്ഞതിനോടുള്ള താങ്കളുടെ പ്രതികരണം ഞാൻ കേട്ടില്ല. യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് സത്യം പറയുന്നത് കൊണ്ട് ക്രൂശിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ ജഡ്ജി പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നും അങ്ങനെ സത്യം പറയുന്നവർ ക്രൂശിക്കപ്പെടുന്നു എന്നുമുള്ള യോഗി ആദിത്യനാഥിന്റെ അഭിപ്രായം BJPയുടെ പൊതു അഭിപ്രായമാണോ? അല്ല, യോഗിജി പറഞ്ഞിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഇദ്ദേഹം നടത്തിയിരിക്കുന്ന അഭിപ്രായ പ്രകടനത്തിന് തുടർന്നിട്ടാണല്ലോ ഇത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതേ നിലപാട് തന്നെയാണുള്ളത്. മുൻകാലങ്ങളിലും യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ട് ഷാബാനു കേസിൽ ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ബെഞ്ചുകള് ഇതേ അഭിപ്രായം തന്നെയാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു റിഫോം ഉണ്ടാകണം ഒരു സമൂഹത്തിനകത്ത് എന്ന് പറയുമ്പോൾ അതിപ്പോ ഏത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അതിനെ ചിത്രീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കട്ട്മുള്ള പ്രയോഗത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? കട്ട്മുള്ള പ്രയോഗം അങ്ങനെ ചിത്രീകരിക്കലാണോ? ആ പ്രയോഗത്തിന്റെ അർത്ഥം എങ്ങനെയാണ് താങ്കൾ വിവക്ഷിക്കുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതാണ് ഞാൻ കുറച്ചു നേരത്തെ സ്മൃതിയോട് പറഞ്ഞത്. അദ്ദേഹം തുടർന്ന് സംസാരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ പറയുന്ന ചില വാക്കുകൾ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കേണ്ടതായിരുന്നു. അദ്ദേഹം അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഒരു ന്യായാധിപൻ എന്നുള്ള നിലയിൽ ഒരു ഹൈക്കോടതിയുടെ ഒരു ഒഫീഷ്യൽ ചെയറിൽ ഇരുന്നു കൊണ്ടല്ല, മറ്റൊരു വേദിയിൽ നിന്നുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു കേസ് വരികയാണ്. ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു കക്ഷിയും അപ്പുറത്തൊരു ഹിന്ദു കക്ഷിയുമാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്ത് വിധി വരുമെന്നുള്ളത് നേരത്തെ അനുമാനിക്കാവുന്ന തരത്തിലേക്കല്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്? അങ്ങനെ ഒരു സംശയം ഗോകുലിനില്ലേ? അല്ല സ്മൃതി, അത് തന്നെയാണ് ഞാൻ ഇത്രയും നേരവും പറഞ്ഞത്. അദ്ദേഹം ഒരു ജഡ്ജി അതുകൊണ്ടാണ് സ്മൃതി എന്നോട് ആദ്യമേ ചോദിച്ചല്ലോ, അദ്ദേഹം ഒരു ജഡ്ജി ആയതുകൊണ്ടാണോ ഈ പ്രശ്നം എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ വളരെ ക്ലീൻ ആയിട്ട് തിരിച്ചത് തന്നെയാണെന്ന് മറുപടി പറഞ്ഞത്. അദ്ദേഹം ഒരു ജഡ്ജി ആയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഒരു ന്യായാധിപൻ എപ്പോഴും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് അല്ല സംസാരിക്കുന്നത് എന്നുള്ളത് ജഡ്ജ്മെന്റിൽ അദ്ദേഹത്തിന് കൊണ്ടുവരേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോ അദ്ദേഹം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം അതിനകത്ത് കുറച്ചുകൂടി ശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ഒരു സംശയത്തിന്റെ മുന അദ്ദേഹത്തിന്റെ നേരെ നീളുന്ന സാഹചര്യം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണല്ലോ കോളേജ് അദ്ദേഹത്തെ വിളിപ്പിച്ചിരിക്കുന്നത്. അവർ സംസാരിക്കട്ടെ, അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിന് പറയാനുള്ള എന്താണെന്നുള്ള കാര്യം അദ്ദേഹം അവിടെ അവതരിപ്പിക്കട്ടെ. ശരി യുവരാജ് ഗോകുൽ, പക്ഷേ ഇതാദ്യമല്ല ഇത്തരം പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്നും നമ്മൾ ഇത് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അന്നൊരു നടപടിയിലേക്കോ ഒരു താക്കീതിലേക്ക് പോലും പോയിരുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. Debate with Smriti Parathikkad.